സുനി വിഘ്നാണല്ലോ കാണുന്നത്. തേങ്ങയ്ക്ക് 3 കണ്ണേ ഉള്ളൂ, 4 കണ്ണ് വേണ്ടേ? ശുക്ലാംബരധരം വിഷ്ണു. പച്ചടി തുരയുടെ സദ്യയൊക്കെ കൊള്ളാം, പക്ഷെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിലേ മൊത്തം കളി മാറും. അവന് വട്ടാടാ. ആ തീയല്ലേ കൊണ്ട് ഏർപ്പാടാക്കി കാണിക്കുന്നുണ്ടല്ലേ. ഇയാൾ എന്തെങ്കിലും അലമ്പുണ്ടാക്കിയാലുണ്ടല്ലോ. സാധാരണ വെച്ച കാര്യമൊക്കെ വെടിപ്പാക്കിയിട്ടുണ്ട്. എന്തിനാ എന്നും വെക്കണത്? പൊന്നത് കണ്ണേറ് മാറാനുള്ള, അതെടുത്ത് കഴിക്കരുത്. അടിപൊളി. 2 പച്ചമുളക് എടുത്ത് ഇവന്റെ കണ്ണിലൂടെ തേച്ചു കൊടുത്തേ. വൈകുന്നേരം പച്ചടി അച്ചാറും കായത്തോരന പോരെ? എന്തെങ്കിലുമൊക്കെ ആയിട്ട് തന്നാ മതി. ആ എന്നാ തുടങ്ങ. എന്നാ പിന്നെ ഉള്ളി അരിയട്ടെ. ഉള്ളി കൊണ്ടുള്ള കായത്തോരൻ ഉണ്ടാക്കുക. കായ അരിയണം. എടാ സാലി, ഒരു 3 ട്യൂബ് വഴിയിലും കൂടെ ഇട്ടേക്ക്. കല്യാണം കഴിഞ്ഞാലും കെട്ടിത്തീരോ? ഇപ്പൊ തീരും സാറേ. നേരത്തെ വരാനും. ഒളിക്കുമ്പോൾ ഒളിച്ചു ഞാൻ നോക്കുന്ന വഴിവക്കിൽ വെലിക്കൽ നിന്നവളെ ഒരു കിളിച്ചുണ്ടൻ. ജയ, ഇവളുടെ ഒടുക്കത്തെ ഒരുക്കം കാരണം അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ വന്നാനെ. ചേട്ടന്റെ വയറൊക്കെ പോയി ആളെങ്കിൽ ടിപ്പായല്ലോ. കുറച്ച് വ്യായാമമൊക്കെ ഉണ്ട്. അപ്പൊ സിക്സ് പാക്ക് ആയാ? ഇല്ല, പാക്ക് അടുത്ത ആഴ്ച എത്തും പറഞ്ഞിട്ടുണ്ട്. എന്നാ അതോടെ ഇരിക്കും. പുതിയ ഐറ്റമുണ്ടോ? എടാ വന്നോണ്ടിരിക്കാണ് ഒരു 5 മിനിറ്റ്. ഇവിടത്തെ ലൈറ്റൊക്കെ പണിയാണ്, വേഗം വരാൻ നോക്ക്. എടാ വരാണ് 5 മിനിറ്റ് കട്ട് ചെയ്ത്. മനുച്ചേട്ടന്റെ എന്തുവാടാ ഇത്? DJ ലൈറ്റ് ആണോ? DJ ലൈറ്റ്. മിന്നി മിന്നി നിൽക്കും. അതെ മിനി, പുതിയത് കൊള്ളാല്ലേ? വലിയ താമസം ഉണ്ടാവില്ല. നമ്മൾ കുറെ ലേറ്റ് ആയോ? ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടല്ലേ. ചീട്ടിറക്കടാ. കുട്ടാപ്പി എടുത്തോണ്ട് പോയി ചീട്ടില്ലടാ, അതിന്റെ പുറകെ ചീട്ടിട്ട് കൊടുക്കാവാ. ചില എച്ചുണ്ടാവണം, കുറച്ചുകൂടി പൊക്കും. ആ അതെ ചേച്ചി ഇടോ ഞാനല്ല ശരി ചെറുക്കണത്. ആ കഴിയ ചേച്ചി പോക്കോ തുടങ്ങാൻ പോകുന്നില്ല. മറിയോ ഒരുമിച്ചാ വന്നേ? ആ അതെ അതെ ഒരുമിച്ചാ വന്നേ. ജ്യൂസ് കുടിക്കേ. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ 2 നേരം ബാംഗ്ലൂർക്ക് തന്നെയാണോ പോണേ? ആ അതെ. മാമൻ അഞ്ചുടെ കൂട്ടുകാരാ. എന്താ ചേട്ടാ? എടി, ചെറുക്കൻ്റെ വീട്ടുകാർ സാരിയായിട്ട് വരും. അവളോട് സന്തോഷമായിട്ടൊക്കെ സംസാരിക്കാൻ പറയട്ടെ അവരുമായിട്ട്. ജയേട്ടൻ അതൊന്ന് ചിരിച്ചു നിൽക്ക്. അവളുടെ കൂട്ടുകാരൊക്കെ വന്നിരിക്കല്ലേ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. കൂട്ടുകാർ ഇത് കഴിയുന്ന ഒരു മനുഷ്യന്. അടുത്ത് കളിക്കല്ലേ? എന്റെ ദൈവമേ, ആഞ്ഞിലിക്കുരു പോലെ ഇരുന്ന പെണ്ണ എന്നാ വളർച്ച. അല്ല സ്ത്രീ എവിടെ നിന്ന് വരുവോ? കടുപ്പട്ട് ഇറങ്ങിയൊക്കെ പരിചയം പുതുക്കാൻ ഒരു സെൽഫി എടുക്കാം. ഹായ് മോളു. എന്താ ഡാർലിന്റെ പേര്? നല്ല പേരാണല്ലോ, അമ്മു. അമ്മുവിന് ഞാനൊരു സമ്മാനം തരട്ടെ. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന അമ്മു? 4th. ശരി എന്നാ ബൈ മോളു. എടാ സലി, കിരൺ ചേട്ടൻ എന്താ ഇവിടെ? ഞാൻ ദേ കല്യാണം കൂടാനായിട്ട്. നിങ്ങളാണ് അടുത്ത പരിപാടി? പിന്നെ ഞാനല്ലേ ഇതിന്റെ പരിപാടി. ചേട്ടാ ശരി ഞാൻ പോവാറില്ല, ചേട്ടൻ പോവാ. റജി, ആ ചേട്ടാ സൂര്യ വിളിക്കുന്നു, ഞാൻ പോയി നോക്കിട്ടെ. അത് ഞാൻ നോക്കിയോളാം. നീ വന്നു. നീ അവനെ കണ്ട? ടീന അഞ്ചനായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. അഞ്ജുവിൻ്റെ കൂട്ടുകാരനെന്നാ പറഞ്ഞത്. എന്നാലും എനിക്കൊരു സംശയം. ഇപ്പം മറ്റേ അഞ്ജുവിനെന്തോ അടുപ്പമുണ്ടെന്ന് പറഞ്ഞ്. നല്ല വെളുത്ത് പൊക്കമുള്ള ഒരുത്തനല്ലേ, ഇവനൊന്നും ആവാൻ വഴിയില്ല.
നീ ഒന്ന് പോയി അന്വേഷിച്ചു. എടാ നീ ഇത് എന്ത് തേങ്ങ കാണിക്കുന്നത്? അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞ പോലെ എനിക്ക് എല്ലാം കൂടി അടിച്ചു പോയേനെ ഇപ്പോ. എടാ സാലി, അഞ്ജുന്റെ കുറച്ച് കൂട്ടുകാരികളൊക്കെ ഒന്നും കേട്ടല്ല. നമുക്കൊറ്റ ചരക്കൊല്ലം ഉണ്ടാ? ആ ഒരെണ്ണുണ്ട്. ഉണ്ടാ? എങ്ങനെയുണ്ട്? ദേ ആ പുള്ളിനോട് ചോദിച്ചാൽ മതി, നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ചേട്ടാ പുള്ളിക്കാരൻ കെട്ടാൻ പോണ പെണ്ണാണത്. ആ പെണ്ണിന്റെ കൂട്ടുകാരിയോട് തഞ്ചു. പിന്നെ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാ. മനസ്സിലായ? ഏകദേശം. ആ കിരൺ ചേട്ടാ, ഇത് റേച്ചേട്ടൻ. ഹായ്. റജിയുടെ പേര് അകത്തവര് പറയുന്നുണ്ടായിരുന്നു. ഓ അത് ശരി. ഞാനിവിടെ അപ്പുറത്ത് തന്നെ, ഇവിടുത്തെ മീനാണ്. ആ, ഏതാ സ്ഥലം? മുഹമ്മ. മൊഹമ്മ. ആ. അത് ശരി. നമുക്കിവിടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. ഇന്നിവിടെ ഉണ്ടാവില്ല. ഇന്നിവിടെ നിൽക്കുന്ന കാര്യം ടീന പറഞ്ഞു. ഓ കലക്കി. അടിക്കുവോ? പിന്നെ ചേട്ടാ അടിക്കുമ്പോ നമ്മളെ കൂടെ ഒന്ന് വിളിക്ക്. ഈ 2 ഫുള്ള് തന്നിട്ട് നാട്ടുകാർക്ക് കൂടി ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ സാധനം ചെയ്യത്തില്ല കേട്ടോ. എന്നെ പൊന്നളിയ അളിയ മൊത്തം അടിച്ചു തീർത്തിട്ട് എന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാ? നീ കൂടുതൽ കാര്യമൊന്നും തിരക്കണ്ട. എന്റെ കൂട്ടുകാരല്ലേ ഇപ്പൊ അവർക്കുള്ള സ്ഥാനമൊക്കെ നീ റെഡിയാക്കി വെച്ചോളും കേട്ടോ. തരുവനെ കാണാം കേട്ടോ. ആശാനെ, ഞാൻ കുറെ നേരമായിട്ട് പറയണത് ഇതൊന്നും നടപടിയാവണ കേസൊന്നുമല്ല. ഈ പച്ചക്കറി ഒന്നും മാറി മേടിച്ചില്ലെങ്കിലേ ഈ ശാമ്പാരെങ്കിൽ പറഞ്ഞിട്ട് ട്രെയിൻ ആക്കാൻ പറ്റുന്നില്ല. ആശം പുള്ളി വിളിച്ച് കാര്യം പറ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് കൂട്ടാം. മറ്റടുത്ത കല്യാണം എന്താ സൂര്യ? എന്താണോ ഈ സൂര്യ പറയുന്നത് കേട്ടിട്ട് പച്ചമുളകത്തിന്റെ കണ്ണിലും മൂക്കിലും അണ്ണാക്കിലും തേക്കാൻ തോന്നുന്നുണ്ട്. കട്ടപ്പോകി എന്താണ് പറഞ്ഞു കൊടുക്കണോ? എൻ്റെ പൊന്നു ചേട്ടാ, ഈ പച്ചക്കറി ഒന്നും കാര്യം നടക്കൂല കേട്ടാ. ഈ തക്കാളിക്കൊക്കെ ഉണ്ട് ചീഞ്ഞ മുട്ടയുടെ മണമാണ്. ആ വെണ്ടയ്ക്കൊക്കെ പച്ചക്കറിനെ പോലും കൊള്ളൂല. ഇവൻ പിന്നെ നായ്ക്കട്ടാണെങ്കിലും തിന്നോളൂ. നിങ്ങൾ ഇതൊക്കെ എവിടുന്നാ മേടിച്ചേ? ചന്തയിലെ ബാബുവിന്റെ കടയിൽ. ബാബുവിന്റെ കടയിൽ നിന്ന്. അവന്റെ കടന്ന് ആരെങ്കിലും സാധനം മേടിക്കോ? വന്നിട്ട് ഇത്രയും നേരെ ഒരു ചെറുതരം പോലും ആരുമില്ല. കല്യാണം നിലത്തിന് ഇവര്. ഓ ചേട്ടനെ ആ ടർപ്പയുടെ പുറകിലേക്ക് വെക്കും. അവിടെ ഉണ്ട് സാധനം. അത് പറ. ജയൻ ചേട്ടാ, ചേട്ടൻ വിചാരിച്ച പോലെയല്ല. അത് നമ്മുടെ അഞ്ജുവിന്റെ കൂട്ടുകാരി കെട്ടാൻ പോണ പയ്യനാണ്. ആ മോമ്മയിലുള്ള ചെക്കനാണ്. അടുത്ത ആഴ്ച വരെ കല്യാണമാണ്. പിന്നെ സൂനി പറഞ്ഞാലും കാര്യമുണ്ട്. ആ തക്കാളി മാറ്റി പുതിയ തക്കാളി വാങ്ങാൻ നോക്ക് കേട്ടോ. എന്റെ സ്വഭാവം അവർക്ക് അറിയില്ല. ആ ജയ, ആ സാറേ, നമുക്കത് ചീഞ്ഞ മുട്ടേന്റെ മണം. ആശാനെ, ഈ തക്കാളിക്കൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ എനിക്കൊരു മണം തോന്നല്ലോ. കേട്ടില്ലേ സുനി? എനക്ക് തോന്നില്ല, എനിക്കും തോന്നില്ലേ. ആ അതാണ്. എന്റെ പൊന്നുള്ള പച്ചക്കറി മുഴുവൻ തിന്ന് തീർത്ത് കഴിഞ്ഞാൽ നാളെ അന്നെ വെട്ടിമുറിച്ച് സാമ്പാർ ഉണ്ടാക്കാൻ കഴിയില്ല. അരിയല്ല ആൾക്കാരെ വിളിച്ചു പോവാ. ഈ തങ്ങപ്പുറം വെക്കട്ടെ. അയ്യോ നശിപ്പിക്കല്ലേ. പിന്നീട് പ്രശ്നം ഇപ്പൊ ഓക്കെ ആയില്ലേ? ചേച്ചി വാ നിൽക്കണം. മൊബൈൽ കൊടുത്താലോ? ആഹാ, കോഴിക്കാണോ നിങ്ങൾ തീറ്റ കൊണ്ട് കൊടുക്കുന്നത്? ആ നിൽക്ക്. ആ പോയി കോഴി കിട്ടിയോ? നിന്നെ ശരിയാക്കി തരട്ടോ. മജീദ്, എന്റെ സൊസൈറ്റിയിലെ ആൾക്കാരാണ്. ഒന്ന് നന്നായിട്ടൊക്കെ പിടിക്കണേ. ഞാനായിട്ട് ഒരു ഫോട്ടോ എടുത്തു തരുമോ? ഒരു ഫോട്ടോ എടുത്തു തരുമോ? എന്താടാ ഇപ്പൊ ഫോട്ടോ എടുത്തെടുക്കുന്നില്ലേ? എടുത്തെടുക്കടാ. വാങ്ങിക്കടോ. എടാ മര്യാദക്കൊന്ന് പിടിക്കണോ ലൈറ്റ്. ഈ പുറകിരിക്കുന്ന ചെറുക്കം ഭയങ്കര പിറപ്പാട്ടോ. ഓക്കെ അതുകൊണ്ട് ഇത് ചീഞ്ഞ ക്യാബേജാണെന്ന് തോന്നല്ലേ? ഒരു വല്ലാത്തൊരു ഇത്. അതാണല്ലേ അയാടെ ദുബായി കോഴി ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ദുബായിൽ ഇയാൾക്ക് വേറെ ഭാര്യ മക്കളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും ഇയാൾ ആരാ? പത്മേച്ചിയുടെ ബന്ധത്തിലുള്ളത് ബന്ധുവാന്നാ പറയുന്നത്. ഓ അങ്ങനെ. ശരി ശരി. ചേച്ചി കത്തിക്ക് മുറിച്ചാലാണ് കേട്ടോ. നോക്കണേ. അതെ കോഴി നോക്കുന്നുണ്ട് കേട്ടോ.
ഏതാനും ഉണ്ടോ? ഞാൻ വിളിക്കണ്ടേ? ഓക്കെ. ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഹായ്. ലൈവ് ലൈവ്. ഇനി നമ്മൾ കലവറയിലേക്ക് അടക്കുകയാണ്. ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട്. പക്ഷേ കണ്ടുകിട്ടി കല്യാണ വീട്ടിൽ സുന്ദരക്കുട്ടിയെ കണ്ടുകിട്ടി. സൂസി എനിക്ക് മറു എന്റെ പേരെന്താ മനസ്സിലായി? കേക്ക് നേരത്തെ മനസ്സിലായി. ദേ, ഇതാണ് സൂസി. ഇപ്പോഴാണ് ഇത് ആദ്യമൊക്കെ മാറി ഒരു കമായത്. എന്നതിലേക്ക് ഒന്ന് പറഞ്ഞു തന്നെ. ഞാൻ പറഞ്ഞാൽ മതിയോ? കുറച്ച് മധുരമായ ശബ്ദമാണ് വേണ്ടത്, അതുകൊണ്ടാണ്. പറഞ്ഞോ. ഞാൻ സൂസിയുടെ ഭർത്താവ് സോളമൻ KP. മനിയേട്ടാ ഇത് ഇവിടെ എത്തി ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ ലൈറ്റ് മൊത്തം പണിയാണ് കേട്ടാ. അയാളാണെങ്കിൽ വൺ ഡേഞ്ചറാണ്. മുത്തയ്യാത്തി മറ്റേ 4ാമത്തെ വീടല്ലേ? വളരെ 4ാമത്തെ വീടല്ലേ? ആ എത്തി ഇതേ മുറ്റത്തെത്തി. ശരി. ഒരു കാര്യം ഇതൊക്കെ ഇനി എപ്പോൾ എത്തിക്കാനാ? ആശാനെ മിനിമം 1 മണിക്കൂറെങ്കിലും അവിടെ എത്താൻ. അവന് വെറുതെ സീസ് തുടങ്ങലാണ്. അതൊന്നും കുഴപ്പമില്ല. അടി തുടങ്ങിയ ആ റെജീനെ വിളിക്കണോ? ആദ്യം ഞാനൊരു 30 അടിക്കട്ടെ, എന്നിട്ട് മതി. ഈ 30 അടിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത്. എടാ, വെള്ളം അടിക്കുമ്പോൾ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞാൽ തലയ്ക്ക് വെളിവും കാലിന് ഉറപ്പില്ലാതാന്ന് അവരടിക്കണം. അതുപോലുള്ള ആൾക്കാർ കമ്പനി കിട്ടണം. കാലിന് ഉറപ്പില്ല. ഇനി തലയ്ക്ക് വെളിയും കൂടെ പോണം. അത് പണ്ടേ പോയതാണല്ല. സലി മാമനൊരെണ്ണം ഒഴുക്കി. താഴെ മാറ്റോണ്ട് വന്നു. ഏയ് അല്ല, അച്ഛൻ മിലിറ്ററിയില്ല. ഞാൻ ഇതുപോലത്തെ ഫംഗ്ഷൻ പോകുമ്പോൾ 2-3 കുട്ടിയെടുത്ത് ബാഗിലിടും. നമ്പർ ഒന്ന് തന്നേക്കണം കേട്ടോ പോകുന്നതിന് മുമ്പേ. ആയിക്കോട്ടെ. ലൈറ്റോനെ, നീ ഇവിടെ നിൽക്കണ്ട കേട്ടോ. അവിടെ എല്ലാ ലൈറ്റും നിന്റെ DJ പോലെ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ടോ? സാധനമുണ്ടോ? ഞാൻ സലീനെ ഏൽപ്പിച്ചേക്കാം. അവനോട് ചോദിച്ചോ. ഞാൻ ലൈറ്റോനെ കണ്ടോളാം. ഒഴിക്കണം. സുരേഷേട്ടാ, ആശ്രമം എങ്ങനെയാണ് ഇവിടെ വെച്ചാൽ മതിയാ? റെജി, എങ്ങനെയും കുറച്ച് ബ്രെഡും ചിക്കനും സംഘടിപ്പിക്കണേ. ശരിയാ. ഷൈമോനോട് പറഞ്ഞിട്ട് വാങ്ങിച്ചില്ല. പൊന്നുവനെ മറക്കല്ലേ. അങ്ങാരി വീടെടുത്ത് തിരിച്ചു വെക്കുവേ. ഞാൻ നോക്കാം. വാ മോളെ. ഇറക്ക് ജോക്രമോനെ അകത്ത് കയറി വാ. അടി ഫസ്റ്റ് ഫോർത്ത് സെക്കൻഡ് പൈസ ഇങ്ങോട്ട് എടുക്കേ. അച്ഛനും നടിക്കല്ലേ പണിക്കും പോടാ സൂത. എന്തിനാണോ ഞങ്ങളുടെ കാശ് മേടിക്കാൻ വന്നിരിക്കുന്നത്? എടുക്കല്ലേ, കൈ ഇവിടെ തന്നെ ഇരിക്കട്ടെ. നല്ല വർക്കത്തുള്ളതാ. അടുത്ത ചീട്ടുകാരാണ് നീയല്ലേ കുത്തണം. പന്തൽ അരിന്നോടത്തങ്ങനെ ഇരുന്നാ മതിയായിരുന്നു. സൂസിയൊക്കെ പോയി കാണോ ഇല്ല. കൈ എടുക്കരുത്, വർക്കത്താ. കാശ് പൊത്തി പിടിച്ചോണേ. എന്താണ് ആശാനത്? വെട്ടോ ഇല്ല, വെളിച്ചോ ഇല്ല. വെട്ടല്ലേ ഒരു മോന്റെ മോനെ ഇവിടുത്തെ ചോറ് കയറ്റണ്ട. അല്ലെ കലവറയ്ക്ക് സ്പെഷ്യൽ ലൈറ്റ് ഇട്ട് തരണ്ടേ? ഞാൻ പോണേന് അടിച്ച സാധനം ഇറങ്ങിപ്പോയി. പെട്രോളൊന്നും കിടന്നില്ല. ഇന്നലെ ഒഴിച്ചാണല്ലോ. ശരിക്കും അങ്ങോട്ട് തുറക്ക്. ആ പെട്രോളുണ്ടാ? പിന്നെന്താണ്? എടി, മഞ്ജു എന്തേ? അവളകത്തുണ്ടല്ലോ. ഇല്ലെന്ന് ഞാൻ നോക്കിയതല്ലേ. ഇല്ലേ? എന്നെ കൊണ്ട് ഇനി പറ്റില്ല. ചേട്ടൻ നോക്കിയോ? കൈ പോയി. മര്യാദയ്ക്ക് വെട്ടം വന്നില്ലെങ്കിൽ ഇതും കത്തിക്കും, നിന്നെ കത്തിക്കും.
ഇയാളെ ഞാൻ നമ്പർ കാണാനില്ല. എടോ മനു, താനെ ഇവിടെ പോയി എടുക്കാണ്? ഇവിടെ കറണ്ട് പോയി ജനറേറ്ററൊക്കെ കേടാണ്. താനിപ്പോ വരാന്ന് പറഞ്ഞിട്ട്. മോനെ ഞാൻ ടൗൺ വരെ ഒന്ന് പോടാ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഇച്ചിരി ലേറ്റ് ആവും, ചിലപ്പോ നേരം വിളിക്കും. സാറേ ഈ ജാമ്യത്തിലിറക്കാൻ രണ്ടുപേരും മതിയോ? മതിയാവില്ലേ? 2 കൂട്ടുകാർ കിട്ടണം. ആ സൂസയും തപ്പി വന്ന സ്ഥലം കൊള്ളാം. ചേടാ സംഭവം റെഡിയാ? ഒറ്റയടിക്കാൻ സ്റ്റാർട്ടായി. ഞാൻ ഒരുപാട് നേരം നോക്കി, സംഭവം സെറ്റ് ആയില്ല. രാവിലെ നേരത്തെ റെഡിയാവാം. ജേട്ടാ 5 റൂമിലുണ്ട് കേട്ടോ. അവൾ പുറത്ത് ബാത്റൂമിൽ പോയിരിക്കായിരുന്നു. അവിടെ മുറിയിലുണ്ടല്ലോ ബാത്റൂം. അത് പിള്ളേരാരോ ഒരു കംപ്ലൈന്റ് ആയിരിക്കായിരുന്നു. ചേട്ടനിത് എന്താ പറ്റി? തീരുന്നവരെ ഒരു സമാധാനമില്ല. മോളെ സാമ്പാർ. സന്തോഷ് വല്ലവരും കൊണ്ടോടാ? വല്ലവരും കൊണ്ടുവന്നു? അതുകൊണ്ട് വീട്ടിലുണ്ട്, ഞാൻ ഇങ്ങോട്ട് എടുക്കട്ടെ? വേണ്ട, ഞാനേ ഇവിടെ തിരക്ക് കഴിയുമ്പോൾ ഇങ്ങോട്ട് എത്താം. ശരി ചേട്ടാ, കാത്തോരനും കൂടി ഇങ്ങോട്ട് എടുത്തോ.